ഹേ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അലിഗേറ്റർ ക്ലിപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് വേണ്ടതാണ് അലിഗേറ്റർ ക്ലിപ്പ്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ ഒരു പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വേണ്ടതാണ് സ്റ്റോൺ ചെയിൻ. അപ്പം ഞാൻ ഇത് ഡ്രസ്സിൽ വയ്ക്കുന്ന ലേസ് ഇല്ലേ, അതിനെ കട്ട് ചെയ്തെടുത്തതാണ്. മറ്റേത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ രണ്ട് ഐറ്റം ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെന്ന് വെച്ചാൽ അതെടുത്തോളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടതാണ് B7000 എന്ന് പറയുന്ന ഗമ്മാണ് വേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുന്തൻ സ്റ്റോൺസ് ഇല്ലേ, അത് വേണം. ഇതെങ്ങനെയാണ് ചെയ്തെടുക്കണേന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അലിഗേറ്റർ ക്ലിപ്പ് എടുക്കണം. എന്നിട്ട് നമ്മൾ B7000 എന്ന് പറയുന്ന ഗം എടുത്തിട്ട് ഇതേപോലെ ഏത് ഡിസൈനാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഡിസൈനിൽ ഇതേപോലെ പശ തേച്ച് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ഇതേപോലെ കുന്തൻ സ്റ്റോൺസ് ഇല്ലേ, കുന്തൻ സ്റ്റോൺസ് ഇതേപോലെ V ഷേപ്പിലാണ് ഞാൻ ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യണമെന്ന്. അതുപോലെ നിങ്ങൾ കണ്ട് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. പശയിൽ ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കാം. വേറൊരു ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഇതുപോലെ വേറൊരു ഡിസൈനാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഏതൊക്കെ മെറ്റീരിയൽസാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസും അത് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തത്, അതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇനിയാണ് നമ്മൾ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ക്ലിപ്പൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ലേസ് ഇല്ലേ, അത് വെച്ചിട്ടുള്ളതാണ്. ലേസ് ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ, ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. അപ്പോൾ എൻ്റെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ആവശ്യമുള്ളൂ. ഇനി നമ്മൾ ഓരോ മുത്തായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ സൈഡിൽ ഗ്യാപ്പില്ലേ, അവിടെ ഇതേപോലെ ഗ്ലൂ തേച്ച ശേഷം ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡിൽ ഇതേപോലെ ഗ്ലൂ തേച്ചിട്ട് നമ്മൾ ഇതേപോലെ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കണം. ഓക്കെ, ലേസിൻ്റെ ആ ബീഡിൽ കട്ട് ചെയ്ത് അത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ കറക്റ്റായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സൈഡ് ചെയ്യുന്നില്ലേ ഉള്ളൂ, അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒട്ടിച്ചാൽ മാത്രം മതിയല്ലോ. ഒരു ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലിപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കുന്തൻ സ്റ്റോൺസും അതുപോലെ തന്നെ സ്റ്റോൺ ചെയിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് നമുക്ക് ഇതേപോലെ നമ്മൾ ഫസ്റ്റ് ചെയ്തില്ലേ അതേ സെയിം തന്നെ ചെയ്തെടുക്കാം. കുന്തൻ സ്റ്റോൺസ് സെയിം ആയിട്ട് തന്നെ ഒട്ടിച്ചെടുക്കണം. വി ഷേപ്പ് രീതിയിൽ കുന്തൻ സ്റ്റോൺസ് ഒട്ടിച്ചെടുത്ത ശേഷം നമുക്ക് ഇതേപോലെ സ്റ്റോൺ ചെയിൻ കട്ട് ചെയ്ത് എടുക്കണം. ഓരോന്നായിട്ട് സ്റ്റോൺ ചെയിൻ ഇതേപോലെ ഓരോ ബീഡായിട്ട് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ നമ്മൾ ചെയ്തില്ലേ അതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കണം. ഓക്കെ, രണ്ട് സൈഡിലും അതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ഗമ്മിൻ്റെ ക്യാപ്പില്ലേ, ഗ്ലൂവിൻ്റെ ക്യാപ്പില്ലേ, അത് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതേപോലത്തെ വേറെയും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും, വേറെയും ഡിസൈൻസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.